ചില സമയത്ത് നമ്മുടെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ചില കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ചിന്തിച്ച് കാട് കയറുന്ന ഒരവസ്ഥ. എങ്ങനെയാണ് ഈ ഓവർ തിങ്കിങ് നമുക്ക് കൺട്രോളിലാക്കാൻ പറ്റുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ വെൽക്കം ടു മൈ തോട്ട്സ് യൂട്യൂബ് ചാനൽ. ഈ ഓവർ തിങ്കിങ് ഒരുവിധം എല്ലാവരിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് ടെൻഷൻ ആവണ്ട. ഈ ഓവർ തിങ്കിങ് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവാത്ത പ്രശ്നങ്ങളാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. സോ ഓവർ തിങ്കിങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരുവിധം പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവായി കിട്ടും. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങളുടെ ഏതൊരു സ്വഭാവവും നിങ്ങൾ ആത്മാർത്ഥമായി ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക. ചിലർ പറയാറുണ്ട്, അത് ഞാൻ ജന്മനാ എനിക്ക് കിട്ടിയ ഒരു സ്വഭാവമാണ്, അതുകൊണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് അതൊരിക്കലും മാറില്ല എന്നുള്ളത്. പക്ഷേ ശുദ്ധ മണ്ടത്തരാണ്. നമ്മളത് ആത്മാർത്ഥമായി ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഈ ഓവർ തിങ്കിങ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ തിരിച്ചറിവ് തന്നെയാണ്. നമുക്ക് ഓവർ തിങ്കിങ് ഉണ്ട്, നമ്മൾ അതിനെക്കുറിച്ച് ബോധവാനാണെങ്കിൽ നമുക്ക് എന്തായാലും അത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ ഓവറായി ചിന്തിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനെക്കുറിച്ച് തിരിച്ചറിയുക, നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. നിങ്ങൾക്ക് ആ സ്വഭാവം നിങ്ങളിലുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൺട്രോളിലാണെങ്കിൽ പുറത്തുള്ള എന്ത് പ്രശ്നമാകട്ടെ അത് നിങ്ങളെ ബാധിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അതായത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ വിശ്വസിക്കുക. അതുപോലെ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് ചിന്തകൾ വരികയാണെങ്കിലും, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തെങ്കിലും ചിന്തകൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ലൗഡായി പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. നെക്സ്റ്റ് വൺ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായി ഷെയർ ചെയ്യാൻ പറ്റുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളോട് പറയുകയാണെങ്കിൽ അത് നിങ്ങളെ ഏറ്റവും നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരമൊക്കെ ഒരുപാട് കുറഞ്ഞു കിട്ടും. ടെൻഷൻ ഫ്രീ ആയിരിക്കും. അങ്ങനെ ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ലോങ് വളരെയധികം ഹാപ്പി ആയിരിക്കും. സോ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒരു ഫ്രണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ലക്കിയാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ അത്രയും റിയൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. അങ്ങനെയുള്ള നല്ല സുഹൃത്തുക്കളും ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു റിയൽ വണ്ണിനെ കിട്ടാൻ വളരെയധികം ഒരു ഭാഗ്യം ചെയ്യണം എന്നൊക്കെ പറയും. സോ നിങ്ങൾക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫ്രണ്ട്. ഇനി അങ്ങനെ ഇല്ലാത്തൊരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. നമുക്ക് തന്നെ നമ്മുടെ ഒരു നല്ല ഫ്രണ്ടായിട്ട് മാറാൻ കഴിയും. ഈ ലോകത്ത് നമ്മളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അറിയുന്നത്. എല്ലാം കൊണ്ടും നമ്മളെക്കാൾ കൂടുതൽ മറ്റൊരാൾ ഒരിക്കലും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കുക, നമ്മളെ ഏറ്റവും നല്ല ഫ്രണ്ട് നമ്മൾ തന്നെ ആയിരിക്കുക. സോ നമ്മൾ നമ്മുടെ തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ ആവശ്യമില്ല. സോ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യണം. മറ്റാരൊക്കെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും നമ്മളാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് വിഷമിക്കുന്നത്. മറ്റൊരാൾക്കും അത് ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ആ വേദന ഷെയർ ചെയ്യാനോ നമുക്ക് എത്രത്തോളം നമ്മുടെ വേദനയെ നമുക്ക് പറഞ്ഞ് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ വേദന നമുക്ക് മാത്രമേ അറിയൂ. അതുകൊണ്ട് തന്നെ നമ്മളിനി എത്രയൊക്കെ ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ സഹിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രോങ് ആയിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളെ കൂടുതൽ അത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പുസ്തകത്തിലേക്ക് മാറ്റാം. ഒരു പുസ്തകം എടുത്ത് നിങ്ങളുടെ മനസ്സിലുള്ളത് എല്ലാം ഒരാളോട് തുറന്നു പറയുന്നത് പോലെ ആ പുസ്തകത്തിലേക്ക് എഴുതാം. സോ നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ ആലോചിച്ചിരിക്കുന്നത് അതിനൊക്കെ കുറിച്ച് വളരെ ഡീറ്റെയിലായി ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് എഴുതിയിരിക്കുക. അതായത് നമ്മളൊരു വിഷയത്തെക്കുറിച്ച് വളരെയധികം കാട് കയറി ചിന്തിക്കുന്ന ആ ഒരു സമയത്ത്, നമ്മളെ മനസ്സിനെ എല്ലാത്തിനെയും അത് ഡിസ്റ്റർബ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് അത് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ആ ചിന്തയിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പുസ്തകത്തിലേക്ക് അത് മാറ്റുകയാണ്. ആ പുസ്തകത്തിലേക്ക് എഴുതുന്ന സമയത്ത് അതിൻ്റെ വേഗത കുറയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു ശക്തിയിൽ നമുക്കത് പുസ്തകത്തിലേക്ക് എഴുതുമ്പോൾ അതിൻ്റെ ശക്തി കുറഞ്ഞു കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനൊരു ശാന്തത ലഭിക്കും. സോ നമുക്കൊരിക്കലും നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു വേഗതയിൽ നമുക്ക് എന്തായാലും ആ ബുക്കിലേക്ക് എഴുതാൻ കഴിയില്ല. സോ ആ സമയത്ത് നമ്മളൊന്ന് ശാന്തമായിരുന്ന് എന്താണ് എന്നുള്ളത് ആലോചിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക. നമ്മൾ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മളതൊരു പുസ്തകത്തിലേക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷനിലേക്ക് എത്താനും കഴിയും.
നമ്മളത് ആ ബുക്കിലേക്ക് എഴുതുന്നതോടുകൂടെ നമ്മുടെ മനസ്സോടെ ക്ലിയർ ആവുകയാണ്. എന്നിട്ട് ചെയ്യേണ്ടത്, അതുകൊണ്ട് നമുക്ക് ഒരിക്കലും യൂസ്ഫുൾ അല്ലാത്ത കാര്യങ്ങളാണ്, നമുക്കത് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അപ്പം തന്നെ ഒന്ന് കളയുക. അതായത് കീറി കളയുകയോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് കത്തിച്ച് കളയുകയോ ചെയ്യുക. ഇതോടുകൂടെ നമ്മുടെ മനസ്സവിടെ ക്ലിയറായി. ഈ ഓവർ തിങ്കിങ് കൊണ്ട് നമ്മളത് എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് നമുക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ മാറിപ്പോകുന്നത്. പ്രസൻ്റ്ലി നമ്മൾ ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ട്, ഹാപ്പി ആയിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വളരെയധികം വിഷമവും വളരെയധികം സ്ട്രെസ്സ് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഓവർ തിങ്കിങ് ഇല്ലാത്ത ആൾക്കാർ പ്രസൻ്റ്ലി ജീവിക്കുന്ന ആൾക്കാർ, അതായത് നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റ് എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും മിക്ക ആൾക്കാരും. അതുകൊണ്ട് തന്നെ ഈ ഓവർ തിങ്കിങ് ഇല്ലെങ്കിൽ ഒരുവിധം നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തെങ്കിലും ചിന്തകൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ചിന്തകളെ മറ്റൊരു കാര്യത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിൽ ബിസി ആയിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കുക. ആ ഒരു ചിന്തയിൽ നിന്നും നമ്മളെ തിരിച്ചറിഞ്ഞ് നമ്മൾ തന്നെ മറ്റൊരു കാര്യത്തിലേക്ക് നമ്മളെ ഡൈവേർട്ട് ചെയ്ത് ഇരിക്കുക എന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ബിസി ആണെങ്കിലും നിങ്ങളുടെ സ്വന്തമായ കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക. അതിനൊരു ഹാപ്പിനെസ് നിങ്ങൾ കണ്ടെത്തുക. അതുപോലെ തന്നെ നമുക്ക് കഴിവിൻ്റെ പരമാവധി നമ്മൾ നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. നെഗറ്റീവ് മൈൻഡുള്ള ആളുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. പോസിറ്റീവായ കാര്യങ്ങളിൽ കൂടുതൽ നമ്മൾ എൻഗേജ്ഡ് ആവുക. നമ്മുടെ ലൈഫിൽ സംഭവിച്ച പോസിറ്റീവായ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. സോ നിങ്ങൾക്ക് ഓവർ തിങ്കിങ്ങിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെങ്കിൽ, വിട്ടു നിൽക്കണമെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 1 by 1 ആയി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി നോക്കൂ. സോ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ദെൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.